ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ഏത് സമയം തൊട്ടെടുത്ത് തുടങ്ങണം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻകം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്ത ടേം ഇൻഷുറൻസ് ഉണ്ട്, എൻഡോമെന്റ് പ്ലാൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതാണ് മെച്ചം, തിരിച്ച് ഏത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ പറയാൻ, ഇപ്പോൾ എമർജൻസി ഫണ്ട് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. ഒരാൾക്ക് എന്തായാലും അയാളുടെ 3 to 6 months സാലറി അയാൾ എമർജൻസി ഫണ്ടായിട്ട് വെക്കണമെന്ന്. പക്ഷേ ഒരു 70% ആളുകളും അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എടുത്ത് മാറ്റും. ഈ എമർജൻസി ഫണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ എന്താ പറയാ? എന്താ വെച്ചാൽ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അപ്പോൾ അത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നത് അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റും പലപ്പോഴും. ഓക്കെ, ഇതിനകത്തൊന്നും കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് ഇതെടുത്ത് അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. എമർജൻസി വരുന്ന സമയത്ത് മിക്കവാറും മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. ഈ പറഞ്ഞ ലോസ് ബുക്ക് ചെയ്ത് അതെടുത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് എമർജൻസി ഫണ്ടിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. അത് നമ്മളൊരു ഡെഡ് മണി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതിനെ ഒന്ന് വയസ്സായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു FD യോ RD ആക്കി നമുക്ക് FD ആക്കി മാറ്റി വെക്കാം. ഇപ്പോൾ സീപ്പിംഗ് FD എന്ന് പറഞ്ഞിട്ടുള്ള പോസിബിലിറ്റീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം ATM കാർഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് FD ആയിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് ആ ഒരു വർഷം കാര്യങ്ങളൊന്നും വന്നില്ല എങ്കിൽ ആ FD ഇൻട്രസ്റ്റ് കിട്ടും, മിനിമം 6% ഇൻട്രസ്റ്റ് കിട്ടും. അതിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. പക്ഷേ എമർജൻസി ഫണ്ട് മസ്റ്റായിട്ട് ഉണ്ടാകണം. ഇത് എപ്പോഴും ആവശ്യം വരത്തില്ല. ഇതെന്താ വെച്ചാൽ 5-6 മാസമായിട്ട് ഇത് വെറുതെ അവിടെ കിടക്കാം, അവിടെയാണ്, അല്ലെ 1 വർഷമായിട്ട് ഇതിന് യൂസ് ഇല്ലല്ലോ. അത് യൂസ് ഇല്ലാതെ ഇരിക്കുന്നത് നല്ല കാര്യം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി ഒന്നും വന്നിട്ടില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ആണ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് നമ്മളെ ഹെൽത്ത് ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. യൂസ് ചെയ്യേണ്ട ആവശ്യം വരും എന്നുള്ള അസംഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അത് വരാതിരിക്കട്ടെ, അത് അവിടെ നന്നായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ വൺസ് ഇത് സ്പെൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് റീഫിൽ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ IT എംപ്ലോയീസിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുന്ന അതായതുകൊണ്ട് ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു IT എംപ്ലോയി ആണ് ഉള്ളതാണെങ്കിൽ മിക്കവാറും അയാളായിരിക്കും ഹൈലി ഏർണിംഗ് മെമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മിക്കവാറും ആളുകൾ എടുക്കും. ഈ ടേം ഇൻഷുറൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ആളുകൾ മനസ്സിലാക്കാൻ, ഓൾറെഡി എനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ് മെജോറിറ്റി. ഫ്രം യുവർ എക്സ്പീരിയൻസ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ഏത് സമയം തൊട്ടെടുത്ത് തുടങ്ങണം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ടേം ഇൻഷുറൻസ് എന്താ ഇമ്പോർട്ടൻസ് വന്നിട്ട് നമുക്കൊരു ഡിപ്പെൻഡൻറ്റ് വന്നു, സ്പൗസ് വന്നു. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഒരാൾ ആരാണെങ്കിലും, ഹസ്ബൻഡാണെങ്കിലും വൈഫ് ആരാണോ ഒരാൾ ഏണിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2 പേരും ഏണിംഗ് ആയിരിക്കാം. ഈ 2 പേരുടെ ഇൻകം ആയിരിക്കാം ആ ഫാമിലീനെ കൊണ്ടുപോവുക എന്നുള്ളത്. ഓക്കെ, 1 or 2 ആരാണോ അത്. അപ്പോൾ ഏണിംഗ് ഉള്ള എല്ലാവരും ഈ ഇൻഷുറൻസും എടുക്കണം. കാരണം വെച്ചാൽ ഒരാളുടെ ഇൻകത്തിൽ ഒരു എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ഇൻകം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്ത ടേം ഇൻഷുറൻസ് ഉണ്ട്, എൻഡോമെന്റ് പ്ലാൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതാണ് മെച്ചം, തിരിച്ച് ഏത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക. അപ്പോൾ ഒരു 10 വർഷം അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന തുക ഒരു 5 lakhs or 10 lakhs കിട്ടും. ഇൻഷുറൻസ് കവറേജ് ഉണ്ട് 10 lakhs എന്ന് കണ്ട് അതെടുക്കും. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ആ 10 lakh കൊണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആൾ എത്ര നാൾ ജീവിക്കാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, അതിൽ കൂടുതൽ ആ 10 lakh കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാൻ, അല്ലേ, അവരുടെ എൻ്റയർ ലൈഫും സ്മൂത്തായിട്ട് പോകാനുള്ള ഒരു കവറേജാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതാണ് ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. എൻഡോമെൻറ്റ് മറ്റ് ഇൻഷുറൻസ് പോളിസിയൊക്കെയാണ് ടേം ഇൻഷുറൻസ്. ഇവിടെ എന്താ വെച്ചാൽ കുറഞ്ഞ പ്രീമിയത്തിൽ ഹയർ സം അഷ്യൂർഡാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും തിരിച്ചു കിട്ടത്തില്ല, നമുക്ക് എന്തെങ്കിലും റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യും. അതാണല്ലോ വണ്ടിയുടെ ഇൻഷുറൻസിലും സംഭവിക്കുക. വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൈസ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം വീണ്ടും ഇൻഷുറൻസ് എടുത്ത് പോവുക ചെയ്യുന്നത്.
എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അടച്ചു പോവുക. അടയ്ക്കുമ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് 25 ലക്ഷം രൂപ കവറേജ് ഉണ്ട്, അത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാന്നാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ജനറലി നോക്കുമ്പോൾ അത് പോരാന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊരു 1 CR 2 CR വേണ്ടി വരും മിനിമം. ഓക്കെ, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുക്കുക. അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ അവർ കവറേജ് പ്ലസ് ഗോൾസ് ഉണ്ടാവും. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കവർ ചെയ്യണം നമുക്ക് ഈ എമൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ഈ 25 ലക്ഷം 50 ലക്ഷം എടുത്താൽ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു 1 to 2 CR എങ്ങനെ മിനിമം ഒരു കവറേജ് വേണ്ടി വരും. അത് ആരൊക്കെ ഇൻകം ഏണിംഗ് ആണോ, ആരൊക്കെ ഇങ്ങനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അവർക്ക് രണ്ടുപേരെ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും എടുക്കേണ്ടതായിട്ട് വരും. ഒരാളെ ഉണ്ടെങ്കിൽ ഒരാളുടെ എടുക്കുക. ഇപ്പൊ ഈ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഈ IT എംപ്ലോയീസ് ചെയ്യുന്ന ഇൻ ജനറൽ ചെയ്യുന്ന മിസ്റ്റേക്സ്, അത് പോയിന്റ് ബൈ പോയിന്റ് ഒന്നും കൂടെ ക്രിസ്പായിട്ട് പറയോ? അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുള്ള കോമൺ ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? അതെന്താ വെച്ചാൽ ചിലപ്പോൾ ഇവർ സ്പെൻഡിങ് ഒരു പാർട്ടാണ്. കാരണം വെച്ചാൽ എല്ലാവരും ആ ഒരു ലെവലിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. ഫ്രണ്ട്സ് സർക്കിള് കൂടുതലാണ്, പിന്നെ മീറ്റിങ്സ് കാര്യങ്ങൾ, അവർ കുറേ സ്പെൻഡിങ് പുറത്ത് ഡേ ഔട്ട്, അതായത് റെസ്റ്റോറൻറ്റ് പേയ്മെൻറ്റ് വളരെ കൂടുതലാണ് മിക്കവാറും തന്നെ നമ്മൾ കാണുന്നത്. ഇമോഷണൽ ഈറ്റിംഗ് ആണ് കൂടുതൽ. അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്പെൻഡിങ് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കേണ്ടത് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് മേടിക്കണം. നമ്മൾ ഇതെല്ലാം ചുരുങ്ങി ജീവിക്കുക എന്നുള്ളതല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ. നമ്മൾ എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുക. പക്ഷെ നമുക്ക് എവിടം വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ഇത് മേടിക്കുക, ഇപ്പം ഒരു 1 lakh റുപ്പീസിൻ്റെ ഫോൺ മേടിച്ചു, അല്ലെങ്കിൽ 2 lakh 3 lakh റുപ്പീസിൻ്റെ ലാപ്ടോപ്പ് വാങ്ങിക്കും. ഇത് വരും അല്ലെ വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. അത് അന്ന് EMIയിൽ വാങ്ങിക്കാമെന്നുള്ള മനസ്സ് കണക്ക് കൂട്ടിയാണ് എല്ലാവരും മുന്നോട്ട് പോവുക. അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. അതേസമയം അന്ന് EMI ഒഴിവാക്കാം, ഇന്ന് നമുക്കൊരു 5000 അല്ലെ 2000 വെച്ചിട്ട് സേവ് ചെയ്ത് പോകാം, 5000 വെച്ചിട്ട് സേവ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഇപ്പം ഈവൻ നമ്മൾ അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ, നമ്മളിപ്പോൾ ഓക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോയെന്ന് വരത്തില്ല. ഇത് ഇത്രയും രൂപ നമ്മളെ മറ്റേത് കാർഡ് കഴിഞ്ഞു, സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞു, അത് പിന്നീട് നമ്മൾ അതിൻ്റെ പുറകെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുകയാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നടക്കുക, അവർക്കതാ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പം അതിപ്പോൾ ആരാണ് ഇപ്പം പേരൻസ് ആണെങ്കിൽ അതെന്തിനാ വാങ്ങിച്ചത്, അവർക്കത് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അത് വാങ്ങിച്ചത്. പക്ഷേ അവരുടെ മറ്റു അത് മേടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി. ഇപ്പോൾ ഒരു IT പ്രൊഫഷണൽ അത്യാവശ്യം നല്ലോണം ഏൺ ചെയ്യുന്ന ഒരു IT പ്രൊഫഷണൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാനറുടെ അടുത്തേക്ക് വന്നാൽ വാട്ട് ഹാപ്പൻസ് സർ? ജിയോജിത്ത് സ്റ്റെപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു IT എന്നുള്ളതല്ല, ആരാണ് വന്നാലും നമ്മൾ ഫസ്റ്റിൽ അവരെ നല്ലൊരു ഡിസ്കഷൻ നടത്തുകയാണ്, ഹെൽത്തി ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ് കാര്യം. അതിനോടൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ ഒരു പ്ലാൻ ഉണ്ടാക്കുകയോ, സ്റ്റെപ്സിൽ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനാണ് ഉണ്ടാക്കുന്നത് ക്ലയൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക, അത് അവർ ഉപയോഗിക്കണം. നമ്മൾ ചുമ്മാ എനിക്ക് എൻ്റെതായ ഐഡിയയിൽ ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് അവർ ക്ലയൻറ്റിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ തുറന്ന് പറയും. നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താ റിക്വയർമെൻറ്റ്, അതായത് ആവശ്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്ത് ചുമ്മാ വരുന്നതല്ല, അവർക്ക് റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ നമ്മളെടുത്ത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് എന്താണ് റിക്വയർമെൻറ്റ് മനസ്സിലാവും. ദെൻ ഇവർക്ക് അടുത്തുന്ന ഡീറ്റെയിൽസ് പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ മേടിക്കും. ദെൻ അവർ റിസ്ക് അസസ് ചെയ്യും. ഇവർക്ക് എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി മാത്രം പോരാ, അവർക്ക് വില്ലിങ്നെസ് വേണം. ഓക്കെ, അവർക്ക് റിസ്ക് എടുക്കാനുള്ള വില്ലിങ്നെസ് വേണം. ഇവർക്ക് ചിലപ്പോൾ നല്ല കപ്പാസിറ്റി മീൻസ് ഒരു 5 lakh റുപ്പീസ് ഇൻകം കിട്ടുന്ന ഒരാൾക്ക്, അയാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അയാൾക്ക് റിസ്ക് എടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവില്ല. മീൻസ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പ്രോഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്ന ക്ലയൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അത് അവരുടെ ഒരു ആവശ്യവും അവരുടെ ഒരു ബിഹേവിയറാണ്. അതെ. പക്ഷേ നമ്മൾ അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്.
മീൻസ് അങ്ങനെ ഒരു കാരണം ഉണ്ടാകാനുള്ള ഒരു റീസൺ ഉണ്ടാവുമല്ലോ ആൾക്ക്. അപ്പോൾ അതനുസരിച്ച് ചെറിയ അലോക്കേഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ അതനുസരിച്ചുള്ള അലോക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. റിസ്ക് അനലൈസ് ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ടൊരു അസറ്റ് അലോക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഒരു പ്രാവശ്യം വന്നു, നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളിത് സെറ്റ് ചെയ്ത് കൊടുത്തു, പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് അങ്ങനെ പോവാണോ? ഇത് എത്ര നാളത്തേക്കാണ്? ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഡീറ്റെയിൽ ഡിസ്കഷനോടൊപ്പം തന്നെ ഇവരുടെ ഫൈനാൻഷ്യൽ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ഒരു അനാലിസിസ് ചെയ്യും. ആ അനാലിസിസിൻ്റെ ബേസിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ഈ ക്ലയൻറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒബിയസ്ലി അസംഷൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ സ്ട്രാറ്റജി ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ, ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടും എന്നൊക്കെ ഒരു അസംഷൻ എടുത്ത ശേഷം അതിനൊരു പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെ ഡീറ്റെയിൽ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്ലയൻറ്റിനെ അത് പ്രസൻറ്റ് ചെയ്യും. പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലയൻറ്റിന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കാൻ വേറൊരു ഐഡിയ ഉണ്ടാകാം. കാരണം അയാളുടെ പ്ലാനാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അയാൾക്ക് സൂട്ടബിൾ ആണെന്ന് അയാൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറയുകയാണ്, സപ്പോസ് സാറേ ഒരു 30 ലക്ഷം രൂപയുടെ കാർ എടുക്കണോ, നമുക്കൊരു 20 ലക്ഷം രൂപയുടെ കാർ എടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പം അയാൾക്ക് ചിലപ്പോൾ അയാൾ ഏറ്റവും വലിയ പാഷൻ അതായിരിക്കാം, ആ 30 ലക്ഷം രൂപയുടെ കാറായിരിക്കാം. ഈവൻ മറ്റൊരു ഗോളിനേക്കാനും നല്ലതാണ്, നമ്മൾ പ്രയോറിറ്റി ആണെന്ന് കരുതുന്ന ഗോളിനേക്കാനും വലുത് നമുക്കുണ്ട്. നമുക്ക് വരുന്ന IT-യിലാണെങ്കിലും മറ്റിതിലാണെങ്കിലും ട്രാവൽ പാഷനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് സാറേ ഇത് ട്രാവൽ പോകാതെ നമുക്ക് ഇന്ന വീടിന് വേണ്ടിയിട്ട് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാന്നേ ഉള്ളൂ, അയാൾ ചെയ്യത്തില്ല അത്. അപ്പം അത് രണ്ടും നടക്കണം. ഓക്കെ, അത് നടക്കാൻ പാകത്തിനാണ്. അപ്പോൾ അവർ പറയും ഇത് എനിക്കിതാണ് ഞാൻ ഇതിൻ്റെ ആവശ്യം ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. എന്നിട്ടും അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് ആളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കും, സാർ ഇതാണ് പ്രോബ്ലം ഇതിനകത്ത്. ഓക്കെ, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് എന്താണ് ഇത് എടുക്കുന്നത് കൊണ്ടുള്ള അത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പം ഒബിയസ്ലി അവർക്ക് മനസ്സിലാകാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് അല്ല, എൻ്റെ ലൈഫിലേക്കുള്ള അനാലിസിസ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാവും ഇത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ വരുമ്പം പ്രശ്നം വരുമല്ലേ, ഓക്കെ നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഗോളുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു ഡിസ്കഷനും കൂടെ നടത്തി ആ സ്ട്രാറ്റജി പ്രസൻറ്റ് ചെയ്ത് മ്യൂച്വലി ഒരു എഗ്രി ആവും. ഓക്കെ, സ്ഥലത്തെത്തും. ഓക്കെ, അവിടെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ പ്ലാൻ റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ടാണ് ക്ലയൻറ്റുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അത് ഇംപ്ലിമെൻറ്റേഷൻ്റെ പാർട്ട് വരുമ്പോഴത്തേക്കും അയാൾക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഒബിയസ്ലി എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാം. അത് ത്രൂ അവർ കണ്ടിന്യൂ ചെയ്യും. അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. ഇപ്പോൾ അവരിങ്ങനെ പ്ലാൻ വെച്ചിട്ട് വേറെ ഒരു ആളെയോ ഒരു സെയിൽസ് പേഴ്സണോ വരുമ്പം അയാളൊരു പ്രോഡക്റ്റ് പറഞ്ഞു കഴിയുമ്പം ഇത് സൂട്ടബിൾ ആണോ എന്നുള്ള ചോദിക്കാനായിട്ട് നമ്മളെടുത്ത് വരും. അങ്ങനെ പിന്നെ ഒരു വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള അഡ്വൈസും നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷത്തെ ഇപ്പോൾ പിന്നെ ആളുകളുടെ ശമ്പളം കൂടും, അവരുടെ ചെലവുകൾ കൂടും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതെ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ്? അല്ല, അതിനകത്ത് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ സാലറി എത്ര ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു നമുക്കൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷനാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഒരു 8% ഇൻക്രിമെൻറ്റ് നമ്മുടെ സാലറിയിൽ ഉണ്ടാകും, എല്ലാ ഇയർ ഓൺ ഇയർ ഉണ്ടാകും. ആ ഒരു അസംഷനാണ് നമ്മൾ എടുത്തു പോകുക. അപ്പോൾ അത് നമ്മൾ എടുത്തു. ബിയോണ്ട് സപ്പോസ് ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ അയാൾക്ക് ഒരു പെട്ടെന്നൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ജോബ് ചേഞ്ചോ വന്നപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സാലറിയിലേക്ക് പോയെന്നെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് റീപ്ലാൻ ചെയ്യേണ്ടി വരും, റിവ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിവ്യൂ ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ എടുത്ത അസംഷനും ഇതും കറക്റ്റ് ആണെങ്കിൽ, അല്ലെ അത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ അയാളുടെ എൻ്റെ ലൈഫിലും ആ പ്ലാൻ മതിയാവും. അതെ, പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആ രീതിയിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിലാണ് നമ്മൾ ചെയ്യുക. റിട്ടയർമെന്റ് ടിൽ ഡെത്ത് വരെയുള്ള രീതിയിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിട്ടയർമെന്റ് വരെ അയാളുടെ ഇൻവെസ്റ്റ്മെന്റും പോസ്റ്റ് റിട്ടേൺ പീരീഡിൽ ആ കോർപ്പസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ബേസിലും കൂടി അത് ചെയ്യുക. ആദ്യം ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനിൽ കംപ്ലീറ്റ് ചെയ്യും. എന്നാലേ നമുക്ക് ഇതിനകത്ത് എവിടെയാണ് ഡെഫിസിറ്റ് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് എവിടെ വെച്ചാൽ പ്രശ്നം വരിക, ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിട്ടയർമെന്റിലായിരിക്കും പ്രശ്നം. അത് അവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ പിന്നെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ടും ഇല്ല, അയാൾക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അത് എത്ര നേരത്തെ നമുക്കിത് ചെയ്യാമെന്നുള്ള ബേസിലാണ് ഇത്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പോൾ എഴുതിയ ഒരു സ്റ്റോറിയാണ്. അത് 30 ഏജ് ഉള്ള ആളുടെയാണ് ഇത്. അയാൾക്ക് വരുമ്പോൾ റിട്ടയർമെൻറ്റിനുള്ള ഗോളിനുള്ള ഫണ്ടുണ്ട്.
പക്ഷേ മറ്റു കാര്യങ്ങൾക്കുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു പൊസിഷനിലേക്ക് അവർക്ക് ചേഞ്ച് ചെയ്യാൻ സമയമായി. ഇപ്പോൾ 1 lakh ഉള്ള സാലറി ഒരാൾ 1,50,000 പോകാൻ സമയമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ പാർട്ട്ണറോ ചിലപ്പോൾ ജോബ് ഈവൻ ക്വാളിഫൈഡ് ആയിട്ടും ജോബ് പോകാത്തവരും ഉണ്ടാകാം. അവർ ഇൻകം എവിടെ നിന്ന് വേണമെങ്കിലും വന്നാൽ മതി, ഇൻകം ഉണ്ടാകണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അവിടുത്തെ. അപ്പോൾ ഇത് നമ്മളിത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് ഷോർട്ടേജ് എന്നുള്ളതും എവിടെയാണ് പ്രോബ്ലം എന്നുള്ളതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ള ഒരു സൊല്യൂഷനാണ് ഇത് എടുക്കുക. അപ്പോൾ അതനുസരിച്ച് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി അതൊക്കെ ഓക്കെ ആവും. ഇപ്പൊ ഈ IT എംപ്ലോയീസ് ഒരുപാട് പേര് വരുന്നുണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു സ്റ്റോറി ഓർമ്മയുണ്ടോ നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം മാറ്റങ്ങൾ വന്നത്? ഒരു കേസ് പറയാനുണ്ടോ? IT-ലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് വരുന്ന ഒരു വ്യക്തി ഉണ്ടായി. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ലൈബിലിറ്റീസാണ് മെയിനായിട്ട് വരിക. ഓക്കെ, ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലോണുകൾ എടുത്തു വെച്ചു. ഞാനിപ്പോൾ ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞാൽ അത് ആ ക്ലയൻറ്റ് കേൾക്കും. അതുകൊണ്ടാണ് എനിക്ക് അത് പറയാനായിട്ട് പറ്റുന്നത് ബുദ്ധിമുട്ടായി. അതെന്ന് വെച്ചാൽ അവരിത് ചിലപ്പം ഇത് നാളെ ഇത് കേൾക്കുമ്പോൾ അവരത് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ജനറലായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു ലൈബിലിറ്റി വന്നു. ലൈബിലിറ്റി ഉണ്ടാകുന്ന പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഓക്കെ, ചിലപ്പം അയാൾ എന്തെങ്കിലും ഒരു വലിയൊരു കാർ വാങ്ങിച്ചതുകൊണ്ടാകാം. ഓക്കെ, അത് അയാൾക്ക് അഫോർഡബിൾ അല്ലായിരുന്നു, അത് അയാൾ അറിയുന്നില്ല. അത് അപ്പോൾ ആ സമയത്തെ ഒരു ഒരു പാഷൻ്റെ പുറത്ത് അതങ്ങോട്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ട്. ഈവൻ ഒരു പെറ്റിനെ വാങ്ങിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരെ ഇതിനകത്ത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞു ആ ഒരു ആവേശത്തിന് പുറത്ത് ഇതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്കത് പറ്റത്തില്ല, ഇത് മനസ്സിലാകുന്നതും കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ കൈവിട്ട് പോവുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ട് ചില കാര്യങ്ങൾക്ക് പിന്നെ അവർക്ക് ഇമോഷണലി ടച്ച് ആയതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ഇമോഷണലും ഫൈനാൻസും കൂടെ ഒരു മിക്സപ്പായിട്ട് കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്, ഇവരെ കൺവിൻസ് ചെയ്യിക്കാനും പാടാണ് ഇത്. പക്ഷേ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ പറ്റത്തുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താ വെച്ചാൽ പാർട്ട്നേഴ്സായിട്ട് വരുമ്പോൾ ഒരാൾക്കത് ഒരെണ്ണം ഇഷ്ടമാകാം, ഒരാളുടെ പാഷൻ മറ്റൊരാളുടെ പാഷനല്ലെന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ലയബിലിറ്റീസാണ് മെയിനായിട്ട് വരിക. മീൻസ് ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് ഒരു 5-6 ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ വരെയൊക്കെ ഉണ്ട് നമ്മുടെ ക്ലയൻസായിട്ട്. പിന്നെ പക്ഷേ അത് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യിച്ചു. കാരണം വെച്ചാൽ ഇവർക്ക് ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ട്. ആ സിറ്റുവേഷനിലാണല്ലോ നമ്മുടെ അടുത്ത് വരിക. ഓക്കെ, അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ പറയുന്നത് അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അവർക്കും അറിയാം അത് കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. കുറച്ച് പേരുണ്ടാവും അവരൊന്ന് ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടി. മീൻസ് കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്, അത് ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടി വരുന്നവരുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ നമ്മൾ ഏതെങ്കിലും സ്റ്റോറീസോ യൂട്യൂബ്സിൻ്റെ സ്റ്റോറീസോ ഒക്കെ കണ്ടിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവരുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പം അതൊരു ഗ്രോ ചെയ്ത ഒരു നല്ലൊരു എമൗണ്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റാണോ ചെയ്തതെന്ന് ഒന്ന് അനലൈസ് ചെയ്യണമല്ലോ. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ അനലൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് നോക്കാൻ, റിവ്യൂ ചെയ്ത് അത് കറക്റ്റായിട്ട് അവരുടെ ഗോളുമായിട്ട് അലൈൻ ചെയ്ത് വെക്കാനും. നേരത്തെ അത് അവർ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കേട്ടത് വെച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതൊരു ഗോൾ ഓറിയൻറ്റഡ് ഒന്നും ആയിരിക്കില്ല. മനസ്സിലുണ്ടാകും കുട്ടികളെ എഡ്യൂക്കേഷൻ വരുമ്പോൾ എടുക്കാം, കാർ വാങ്ങിക്കുമ്പോൾ എടുക്കാം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു എമൗണ്ടായിട്ട് ഇത് ഗ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഫണ്ടാണ് വിൽക്കേണ്ടത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടാണ് ഏത് സ്കീമാണ് അവർ ഫസ്റ്റിൽ സോൾ ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടാണോ FD ആണോ യൂട്ടിലൈസ് ചെയ്യേണ്ടത് പർട്ടിക്കുലർ ഒരു ഗോളിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പല പല ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ അത് ഒരു തേർഡ് പാർട്ടിയോട് മറ്റൊരാളോട് പറഞ്ഞു കഴിയുമ്പം അയാൾക്ക് ഒരു അൺബയസ്ഡ് ആയിരിക്കണം ഇത് കൊടുക്കുന്ന അഡ്വൈസ്. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സപ്പോസ് ഞാനൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ പ്രോഡക്റ്റ് പുഷ് ചെയ്യാനേ നോക്കത്തുള്ളൂ. എനിക്ക് അയാളെ പ്രയോറിറ്റി ആക്കാൻ കൂടുതൽ എൻ്റെ പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ ഇവിടെ അൺബയസ്ഡ് ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കണം അയാൾക്ക്. ആ ഒരു അഡ്വൈസാണ് നമ്മുടെ ക്ലയൻസ് കൂടുതൽ നമ്മളെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലാണ് കൂടുതൽ പേരും സാറ്റിസ്ഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറുടെ ആവശ്യം വരുന്നത്. അൺബയസ്ഡ് ആയിട്ട് നമ്മൾ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക.
എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്, എന്താണ് അവരുടെയൊക്കെ ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം അവർക്ക് എത്രത്തോളം ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് സൂട്ടബിൾ ആണോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി. ഒരു 1 lakh rupees ഇൻകം ഉള്ള ഒരാൾക്ക്, ഒരു IT എംപ്ലോയിക്ക് അയാളുടെ ഈ അലോക്കേഷൻ ഉണ്ടല്ലോ, ഈ പൈസയുടെ അലോക്കേഷൻ, അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? എത്ര രൂപ സേവ് ചെയ്യാം, എത്ര രൂപ സ്പെൻഡ് ചെയ്യാം? ഇപ്പോൾ 1 lakh ഒബിയസ്ലി അയാളുടെ ലൈഫ് സ്റ്റൈൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എന്നാലും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 40% എന്നുള്ള ബേസിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് 40% ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് അയാൾ ഡിസിഷൻ എടുത്തുന്നു. അത് അയാൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നതിനേക്കാളും 40% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അതല്ല എല്ലാ സ്പെൻഡിങ്ങും കഴിഞ്ഞിട്ട് 40% കണ്ടെത്തുക എന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ 40%നെ നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇത് എത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. അത് നമുക്ക് അങ്ങനെ ഒരു ആദ്യം പറഞ്ഞാൽ എന്നാലും ജനറലി നമുക്കൊരു 40% മിനിമം സേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കണം നമ്മൾ. എന്നാലേ നമുക്ക് ഒരു ഫ്യൂച്ചർ ഗോളിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലെ നമുക്കൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്ത് വരും, നമുക്ക് കണ്ണിൽ കാണാനുണ്ടാകണ്ടേ ആ എമൗണ്ട്. അപ്പോൾ അതൊരു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. മിനിമം 40% ഉണ്ടാകണം ആളുടെ സാലറി. അല്ലാതെ നമ്മൾ ചുമ്മാ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഒരു 1 lakh കിട്ടുന്ന ആളുടെ ഒരു എക്സ്പെൻസ് 60,000 എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളതുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു എമൗണ്ടാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ 1 lakh കിട്ടുന്ന ഒരാൾക്ക് ഒരു 40,000 രൂപ സേവ് ചെയ്യാം, ബാക്കി 60,000 രൂപ അത്യാവശ്യങ്ങൾക്കുമായിട്ട് സ്പെൻഡ് ചെയ്യും. ഇതൊരു ജനറലായിട്ട് പറയുന്നതാണ്. ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇത് പ്രത്യേകിച്ച് വേറെ ലയബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരാൾക്ക്, അതെ, സാധാരണ ഒരു ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇപ്പം പുതുതായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് അവർക്ക് വേറെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്രയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാം. അവർ അടിച്ചു പൊളിച്ചോട്ടെ ജീവിതം, അത് നടക്കട്ടെ കാര്യങ്ങൾ. പക്ഷേ ഇതൊരു സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നാളെ ഒരു പെട്ടെന്നൊരു പുതിയ ഒരു സാധനം മേടിക്കണം, ഓക്കെ, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ ഉദ്ദേശിച്ച സാധനം തന്നെ മേടിക്കാൻ പറ്റും. മറ്റു ലയബിലിറ്റികളില്ല. വൺസ് ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അതിനാണ് തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറയുന്നത്. വൺസ് നമ്മൾ അതിലേക്ക് ഒരു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്ത് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകും അതിനകത്ത്. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് ഓട്ടോമാറ്റിക്കലി കുറയും, ഗ്രാജുവലി കുറഞ്ഞു വരും. അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്പെൻഡിങ് ആയിട്ട് ചുരുങ്ങി വരും. താങ്ക് യു സോ മച്ച് ജിബ്നെ, നൈസ് ടോക്കിംഗ് ടു യു. ഓക്കെ, താങ്ക് യു. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.